ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു പോർഷൻ കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ പുതിയൊരു പോർഷൻ സ്റ്റാർട്ട് ചെയ്തു. അക്കൗണ്ടിങ് ഫോർ ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. അതാണ് നമ്മൾ ആ ചാപ്റ്ററാണ്. അതിൻ്റെ ബോണസ് ഷെയർ ആണ്. ഇപ്പോൾ ബോണസ് ഇഷ്യൂ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നത്. ബോണസ് ഷെയർ എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെ വിളിക്കുന്ന പേരാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ അക്യുമുലേറ്റഡ് റിസർവ്സ് അല്ലെങ്കിൽ P&L അക്കൗണ്ടിൽ ബാലൻസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർവ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഒക്കെ എക്സസ് ആകുമ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുക, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന് വിളിക്കുന്ന പേരാണ് ബോണസ് ഷെയർ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിൻ്റെ പ്രൊവിഷൻസും മീനിങ്ങും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കയ്യിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റിസർവ്സ് ഒക്കെ എക്സസ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുക, ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ റിസർവുകളാണ് ഇങ്ങനെ ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസർവുകളും ഉപയോഗിക്കാൻ പറ്റില്ല. ഏതൊക്കെ റിസർവുകൾ എക്സസ് ആയാലാണ് നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ക്യാപിറ്റൽ റിഡംഷൻ. ഏതെങ്കിലും ഒരു പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ചെയ്തിട്ട് അതിൻ്റെ എക്സസ് ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങാറുണ്ട്. ഈക്വലൻ്റ് എമൗണ്ട് ഉള്ളത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ മാറ്റി വെച്ചത് എക്സസ് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഷെയർ പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ്. അതുപോലെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യും. ആ എമൗണ്ട് നമുക്കിപ്പോൾ ഒരു ഷെയറിന് 1 റുപ്പി ആണെങ്കിൽ ആ 1 റുപ്പി നമുക്ക് എക്സ്ട്രാ ക്യാഷ് റെസിപ്റ്റ് ആണ്. അത് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഷെയർ പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് നമുക്ക് എക്സസ് ആകുമ്പോൾ വേണമെങ്കിൽ ബോണസ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന ജനറൽ റിസർവ് പറ്റും. സർപ്ലസ് ഇൻ P&L അക്കൗണ്ട് നമുക്കറിയുന്നതാണ്. P&L അക്കൗണ്ടിൽ അധികം ഉണ്ടെങ്കിൽ പറ്റാം. ദെൻ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്. ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ സപ്പോസ് ഒരു വർഷം നമുക്ക് നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി. നമ്മളിപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലത്തെ ഏതാണ്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. കാരണം ഈ കഴിഞ്ഞ വർഷം കൊടുത്തപ്പോൾ ഒരു ഷെയറിന് 10 രൂപയാണെങ്കിൽ നമുക്ക് ഈക്വലൻ്റ് വേണമെങ്കിൽ 50 രൂപ കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ 50 രൂപ കൊടുക്കില്ല. കാരണം നമ്മൾക്ക് ചിലപ്പോൾ ഞാൻ അടുത്ത കൊല്ലം അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ 10 രൂപയായിരുന്നു, ഇപ്രാവശ്യം വേണമെങ്കിൽ 50 രൂപ കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു 20-25 രൂപയാണ് നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. എന്നിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് മാറ്റി നമ്മൾ റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് മാറ്റി വയ്ക്കും. കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബൈ ചാൻസ് നമുക്ക് അടുത്ത കൊല്ലം ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായില്ലേ? സപ്പോസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇയറിൽ നമുക്ക് നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ദെൻ അക്കൊല്ലം നമ്മളൊരു റീസണബിൾ ഡിവിഡൻഡ് കൊടുത്തു. എന്നിട്ടും ബാക്കിയുള്ള എമൗണ്ട് റിട്ടേൺ ഏർണിങ്സ് മാറ്റി വെച്ച് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കും. ആ റിസർവ് എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു കൊല്ലം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാണ്ട് പ്രോപ്പറായിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ അത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ടിൽ ഈ റിസർവിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിസർവും അക്കൗണ്ടും എക്സസ് ആയാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ഇഷ്യൂ ചെയ്യാം, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ദെൻ ക്യാപിറ്റൽ reserves arising from profit as sale of fixed asset received in cash. നമ്മളിപ്പോൾ ബിസിനസ് നടക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റ് വിറ്റാൽ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലോസ് ആണെങ്കിൽ P&L അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലാഭമാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടും എക്സസ് ആയാലും അതും ഉപയോഗിച്ച് നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഈസ് ബാലൻസ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയിൻ്റായിട്ട് എന്താ പറഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടാണ്. അത് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്
ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പഠിക്കാൻ പോകുന്നതാണത് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഈക്വലിൻ്റെ എമൗണ്ട് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിലത്തെ എമൗണ്ടും എക്സസ് ആയാൽ അത് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പറ്റുന്നത് നമുക്ക് ഷെയർ പ്രീമിയം പറ്റും, ജനറൽ റിസർവ് പറ്റും, ദെൻ P&L അക്കൗണ്ടിലെ സർപ്ലസ്, ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്. നമ്മൾ കേൾക്കാത്ത റിസർവാണ്, മനസ്സിലായില്ലേ അത്? അതായത് ഏതെങ്കിലും ഒരു വർഷം എക്സസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു കൊല്ലം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവിലേക്ക് കിട്ടും, ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ക്യാപിറ്റൽ റിസർവ് അറൈസിംഗ് ഫ്രം ദി സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിലൊക്കെ എക്സസ് വന്നാൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് റിസർവ്സ് നോട്ട് അവൈലബിൾ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. നമ്മൾ നേരത്തെ പഠിച്ചത് ഏതൊക്കെ റിസർവ്സ് ആണ് നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊക്കെ ഷെയർ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ റിസർവ് അറൈസിംഗ് ഡ്യൂ ടു റീവാലുവേഷൻ ഓഫ് അസറ്റ്. നേരത്തെ പഠിച്ചൊരു വേറൊരു ക്യാപിറ്റൽ റിസർവ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് അതിൽ നിന്നുണ്ടാക്കിയ പ്രോഫിറ്റ് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ റിസർവ് വേണമെങ്കിൽ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ റിസർവ് അറൈസിംഗ് ഡ്യൂ ടു റീവാലുവേഷൻ ഓഫ് അസറ്റ്. നമ്മൾ സാധാരണ റീവാലുവേഷൻ ഓഫ് അസറ്റ് ഒക്കെ ചെയ്യും, അതായത് അസറ്റിനൊക്കെ ഒന്നും കൂടി റീവാല്യൂ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, പോസിറ്റീവ് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപിറ്റൽ റിസർവ് ഇങ്ങനെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. Then next one is share premium arising on issue of shares on amalgamation. അമാൽഗമേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം 2 കമ്പനികൾ കൂടിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടില്ല. നേരത്തെ എന്താ പഠിച്ച ഷെയർ പ്രീമിയം എമൗണ്ട് കളക്റ്റഡ് ഇൻ ക്യാഷ്. അത് നമുക്ക് സാധാരണ നോർമൽ ബിസിനസ്സിൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമുക്ക് വേണമെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അമാൽഗമേഷൻ ടൈമിൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഫണ്ട് നമുക്കിതിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. Then investment allowance reserve or development rebate reserve before expiry of 4 years of creation. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് ഉണ്ട്, അതൊരു ഇൻകം ടാക്സ് ഇതിലാണ്. അതായത് ഒരു അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടൊരു റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ബിഫോർ ദി എക്സ്പയറി ഓഫ് 4 years ഓഫ് ക്രിയേഷൻ. അതായത് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 വർഷം ആവുന്നേക്കാളും മുമ്പ് അതിൽ നിന്ന് ആ ഫണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് ഇൻകം ടാക്സ് പേർപ്പസിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനൊരു സെഷൻ ഇല്ല, എന്നാൽ നമ്മളത് പഠിച്ചു വെക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് ക്രിയേറ്റഡ് ബിഫോർ ദി എക്സ്പയറി ഓഫ് 4 years. അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് 4 വർഷം കഴിഞ്ഞിട്ടേ അത് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അതിന് മുമ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ ബാലൻസ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ബിഫോർ റിഡംഷൻ ടേക്ക് പ്ലേസ്. നേരത്തെ നമ്മൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ദി റിഡംഷൻ. നമ്മൾ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്തതിന് ശേഷമേ അതിൻ്റെ ആ അക്കൗണ്ടിലുള്ള ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യേണ്ട? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റിഡംഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അത് തൊടാനായിട്ട് പാടില്ല. ബോണസ് ഷെയർ അതിൽ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. ദെൻ സർപ്ലസ് അറൈസിംഗ് ഫ്രം ചേഞ്ച് ഇൻ ദ മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് പല പല മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. വാല്യൂ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, അങ്ങനെ അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള 2 മെത്തേഡുകൾ. അതിലിപ്പോൾ ഇത്രയും നാളും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് വേറൊരു മെത്തേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് എമൗണ്ട് കിട്ടും. ആ സർപ്ലസ് എമൗണ്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല, അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെ 5 എണ്ണമാണ് മെയിനായിട്ടും പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ക്യാപിറ്റൽ റിസർവ് അറൈസിംഗ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്. Then share premium mobilized at the time of amalgamation. Then investment allowance reserve within the expiry of 4 years. Then balance in debenture redemption reserve account before the redemption take place. Then surplus arising out of the change in the charging of the method of charging the depreciation. ഈ റിസർവുകളൊന്നും നമുക്ക് എന്ത് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തോരം ഫണ്ട് ഉണ്ടായാലും എക്സസ് ആയാലും നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഈ റിസർവ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. അതായത് നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുക നോക്കാം. ആദ്യം 2 സെഷനായിട്ടാണ്. ആ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് അഡ്വാൻറ്റേജ്, കമ്പനിക്ക് എന്താണ് അഡ്വാൻറ്റേജ്, 2 സെപ്പറേറ്റ് ഹെഡ്സിൽ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്.
വൺ ഈസ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ക്യാഷ്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അതായത് നമ്മുടെ കമ്പനിയിൽ ഒരു ഷെയർ 2 ഷെയർ എങ്ങാനും നമുക്ക് കൂടുതൽ കിട്ടുന്നു, നമ്മൾ അതിന് പകരം ക്യാഷ് ഒന്നും കൊടുക്കാണ്ട് കമ്പനിയുടെ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ നോട്ട് റിക്വയർഡ് ടു പേ ടാക്സ് ഫോർ ബോണസ് ഷെയർ. ഇത് ബോണസ് ഷെയർ കിട്ടുമ്പോൾ അത് ശരിക്കും ഒരു ഇൻകം തന്നെയാണ്. ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകമാണ്. സപ്പോസ് അപ്പോൾ അതൊരു ക്യാഷ് ആയിട്ട് തരണമെന്ന് വെച്ചാൽ സപ്പോസ് കമ്പനി ചിലപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ക്യാഷ് ആയിട്ട് ആ ബോണസ് ഷെയർ തന്നെന്ന് വിചാരിക്കും. ബോണസ് ഷെയറിൻ്റെ ഈക്വലും വർത്തുള്ള എമൗണ്ട് ബോണസ് ക്യാഷ് ആയിട്ട് തന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ടി വരും? അവരുടെ സോഴ്സ് ഓഫ് ഇൻകത്തിൽ അത് കാണിച്ച് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവർക്ക് ഷെയർ രൂപത്തിലാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവർ അതിനെന്ത് കൊടുക്കേണ്ട? ടാക്സ് കൊടുക്കേണ്ട. അത് വളരെയധികം അഡ്വാൻറ്റേജ് ആണ് അവർക്ക്. അത് ഷെയർ രൂപത്തിൽ കിട്ടിയത് കൊണ്ടാണ് അവർക്കത് ടാക്സ് കൊടുക്കാണ്ട് അവർക്ക് ക്യാഷ് ലാഭിക്കാനായിട്ട് പറ്റിയത്. ദെൻ വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഇൻക്രീസസ് ദേ ക്യാൻ ഏൺ പ്രോഫിറ്റ് ബൈ സെല്ലിങ് ഇറ്റ്. ഇനി സപ്പോസ് എനിക്ക് ബോണസ് ഷെയർ ആയിട്ട്, ഇപ്പം എൻ്റെ കമ്പനിയുടെ ഷെയർ തന്നെയാണ് എനിക്ക് ബോണസ് ഷെയർ ആയിട്ട് കിട്ടുക. ഇനി എൻ്റെ കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് നന്നായിട്ട് കൂടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇത് ഫ്രീ ആയിട്ട് മേടിച്ച് വേറെ ആൾക്ക് ക്യാഷിന് വിൽക്കാം. നമുക്ക് കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിളാണ്, നിങ്ങൾ 50 രൂപ വിലയുള്ള ഷെയർ ആണെങ്കിൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് വാങ്ങി എനിക്ക് വേറൊരാൾക്ക് 50 രൂപയ്ക്ക് വിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് അവിടെ പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. ദെൻ ഗെറ്റ് ഇൻക്രീസ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചർ. ഞാനത് മറിച്ച് വിൽക്കണില്ല, ഞാനതെൻ്റെ കയ്യിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത വർഷം എനിക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഇത്രയും നാൾ എനിക്ക് 10 ഷെയറിൻ്റെ ഡിവിഡൻഡാണ് കിട്ടിയിരുന്നത്. ബോണസ് ഷെയർ ആയിട്ട് 5 ഷെയർ കൂടി കൂടുതൽ കിട്ടുകയാണെങ്കിൽ അടുത്ത എനിക്ക് എത്ര ഷെയർ കിട്ടും? 15 ഷെയറിൻ്റെ ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ 5 ഷെയറിൻ്റെ എക്സ്ട്രാ ഡിവിഡൻഡും എനിക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? അവർക്ക് കാശ് കൊടുക്കാണ്ട് തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? കമ്പനിയുടെ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതിനവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എനിക്ക് വേണമെങ്കിൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വേറെ ആൾക്ക് ഫോർ ക്യാഷ് ആയിട്ട് നമുക്ക് വിറ്റിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഞാൻ വിറ്റില്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഇയർ തൊട്ട് എക്സ്ട്രാ ഡിവിഡൻഡ് ഇത്രയും നാളും കിട്ടിയിരുന്നത് പ്ലസ് ഈ ബോണസ് ഷെയർ ഫ്രീ ആയിട്ട് കിട്ടിയതിൻ്റെ കൂടെ ഡിവിഡൻഡ് കൂടുതൽ എനിക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ആർക്കുള്ളത്? ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജസ്. ഇനി കമ്പനിക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജ് ആണെന്ന് നോക്കാം. ഡസ് നോട്ട് എഫക്ട് ദ ലിക്വിഡിറ്റി ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഇത് ബാധിക്കുന്നില്ല, കാരണം ക്യാഷ് പേയ്മെൻറ്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞോളെ എന്തിപ്പോൾ ബോണസ് ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഈക്വലൻ്റ് എമൗണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി കുറയും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. നമ്മൾ ബോണസ് ഷെയർ ആയിട്ടാണ് ബോണസ് ഷെയറിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നത് കൊണ്ട് കമ്പനിയിൽ നിന്ന് ക്യാഷ് കുറയുന്നില്ല. ദെൻ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഈസ് നെഗ്ലിജിബിൾ. ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് കോസ്റ്റ് ഓഫ് ഇഷ്യൂ പ്രൈസ്, അതായത് ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് വളരെ കുറവാണ്. നമ്മൾ നോർമൽ ഷെയർ ഇഷ്യൂ നടത്തുന്ന പോലെയല്ല, അത്രയ്ക്കൊന്നും പ്രൊസീജിയറും എക്സ്പെൻസസും ഒന്നും ഏതിൻ്റെ ഇഷ്യൂവിന് വരുന്നില്ല? ബോണസ് ഷെയറിൻ്റെ ഇഷ്യൂവിന് വരുന്നില്ല. ഇൻക്രീസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി കമ്പനി. ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഈ ലൈബിലിറ്റിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും? നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് കൂടും. നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടും. ആസ് എ റിസൾട്ട് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി കമ്പനി ഇൻക്രീസസ്. നോ ടാക്സ് ഈസ് പേയബിൾ ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. നമ്മൾ കമ്പനിക്കും ഇതുപോലെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അത്രയ്ക്ക് എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ റിസർവുകളൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് ആ എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റി. അവർക്കും അതിനെന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇതൊക്കെയാണ് കമ്പനിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഇത് ബാധിക്കുന്നില്ല. ക്യാഷ് പേയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി കമ്പനി. ദെൻ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് വെരി മൈന്യൂട്ട്. ദെൻ ഇൻക്രീസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി കമ്പനി ആൻഡ് ദർ ഈസ് നോ നീഡ് ടു പേ ടാക്സ് ഫോർ ദി ബോണസ് ഷെയർ. ബോണസ് ഷെയറിന് കമ്പനിക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജസും കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ. നേരത്തെ അഡ്വാൻറ്റേജസ് പഠിച്ചു, എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉള്ളതെന്നുള്ളത് നേരത്തെ പോലെ തന്നെ രണ്ട് പാർട്ടീസിനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് എന്തൊക്കെയാണ് ഡ്രോബാക്സ് ഉണ്ടാവുക? ടോട്ടൽ പ്രോഫിറ്റ് ഡിക്രീസസ്, ഡിവിഡൻഡ് പെർ ഷെയർ റിഡ്യൂസസ്,
നോ ബെനിഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. നമ്മളിപ്പോൾ ഇങ്ങനെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് കുറയും. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് എലിജിബിലിറ്റി ഉള്ള ക്യാഷ് തന്നെയാണ്. അത് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ബോണസ് ഷെയർ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ശരിക്കും അവർക്കൊരു ഫ്രീ അല്ല, അത് അവർക്ക് ഓൾറെഡി എലിജിബിലിറ്റി ഉള്ള ഒരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. അതായത് വെൻ എ കമ്പനി ഇഷ്യൂ ബോണസ് ഷെയർ ഇറ്റ്സ് ടോട്ടൽ പ്രോഫിറ്റ് വിൽ ഹാവ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലാർജ് നമ്പർ ഓഫ് ഷെയർസ്. അതായത് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഹെൻസ് ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് റെഡ്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡിവിഡൻഡ് പെർ ഷെയർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആ സെൻറ്റൻസ് ഞാൻ ഡിവിഡൻഡ് പെർ ഷെയർ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് അടുത്ത പോയിന്റ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദ ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെയിൻ ആക്ച്വലി. അതായത് ഇവിടെ ബോണസ് ഷെയർ ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് പറയുകയാണെങ്കിലും അത് ഓൾറെഡി അവർക്ക് എലിജിബിലിറ്റി ഉള്ള ക്യാഷ് തന്നെയാണ്. സപ്പോസ് ഇതിപ്പോൾ ഇങ്ങനെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകളൊന്നും ഉപയോഗിക്കാണ്ട് വന്നാൽ ഏറ്റവും അവസാനം ആർക്ക് തന്നെ കൊടുക്കും, കമ്പനി അടച്ചു കൂട്ടുമ്പോൾ ഇത് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കിട്ടും. അപ്പോൾ അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഇല്ല. ദെൻ ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർസ് വിൽ ഫോൾ. നേരത്തെ ഞാൻ പറഞ്ഞു ഡിവിഡൻഡ് റേറ്റ് കുറയണു എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു കമ്പനി ഒരു കൊല്ലം 10,000 രൂപ ലാഭം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. 10,000 റുപ്പീസാണ് ആ കമ്പനിയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ്. ആ കമ്പനിയിൽ ഇപ്പോൾ നിലവിൽ 100 ഷെയർ ഹോൾഡേഴ്സാണ് ഉള്ളത്. അത് മൊത്തത്തിൽ ഈ 10,000 രൂപ നമ്മൾ ഡിവിഡൻഡായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപ വെച്ച് കിട്ടും? എത്രയാണ് മൊത്തം പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്? 10,000 റുപ്പീസാണ്. ആ 10,000 റുപ്പീസ് എത്ര പേർക്ക് വിഭജിച്ച് കൊടുക്കണം? എത്രയാണ് അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സ്? 100 ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ 10,000 റുപ്പീസ് 100 ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് കിട്ടും. ഓക്കെ, ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് അടുത്ത കൊല്ലം ഉണ്ടായിരുന്നു വിചാരിക്കാം. ഇതുപോലെ തന്നെ അടുത്ത കൊല്ലം നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയ പ്രോഫിറ്റ് 10,000 തന്നെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തതുകൊണ്ട് നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് കൂടി. നമ്പർ ഓഫ് ഷെയർസ് സപ്പോസ് 50 എണ്ണം കൂടി നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പം മൊത്തം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ എത്രയായി? പണ്ട് ഓൾറെഡി 100 ഉണ്ടായിരുന്നു, പ്ലസ് കഴിഞ്ഞ വർഷം നമ്മൾ 50 ബോണസ് ഷെയറും കൂടി ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ മൊത്തം നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 150 ആയി മാറി. അപ്പോൾ ഈ 10,000 രൂപ എത്ര ആൾക്കാർക്ക് കൊടുക്കണം? സെയിം ആൾക്കാരാണ്, പക്ഷെ എത്ര നമ്പർ ഓഫ് ഷെയർസിന് കൊടുക്കണം? 150 നമ്പർ ഓഫ് ഷെയർസിന് കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 10,000 നേരത്തെ 100 ചെയ്ത് കൊടുത്ത് ഡിവൈഡഡ് ബൈ 150. ഒരാൾക്ക് ഏതാണ്ട് ഒരു 66 റുപ്പീസ് 67 റുപ്പീസ് വെച്ചിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു ഔട്ട്സൈഡർ കമ്പനിനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഷെയർ 100 രൂപ വെച്ച് കിട്ടി, ഈ വർഷം 67 രൂപ വെച്ചിട്ട് കിട്ടണമല്ലോ. അയാൾ എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക? കമ്പനിയുടെ ഏണിങ്സ് കുറഞ്ഞു എന്നാണ് അയാൾ മനസ്സിലാക്കുക. ഇതൊന്നും അറിയാത്ത ഒരാളിട്ടാ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഇത് കുറഞ്ഞതൊന്നും നമ്മളതിൽ എഴുതണില്ല. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ കമ്പയർ ചെയ്യുമ്പോൾ 2019 ഈ കമ്പനി ഒരു ഷെയറിന് 100 രൂപ വെച്ച് ഡിവിഡൻഡ് കൊടുത്തു. അതേസമയം ഇക്കൊല്ലം അവർ 67 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം കമ്പനിയിലത്തെ ലാഭം കുറഞ്ഞു എന്നൊരു ഇൻ്റർപ്രിട്ടേഷനാണ് നടത്തുക. As a result, the market value of the share decreases. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഷെയറിന് ചിലപ്പോൾ ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ വിൽ ഫോൾ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് 100 എന്നുള്ളത് എത്രയായിട്ട് കുറഞ്ഞു? ഒരു ഷെയറിന് 67 വെച്ചിട്ട് കുറഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ കുറയാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ദ ഷെയർസ് ഹെൽഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് കനോട്ട് ബി ഈസിലി ഡിസ്പോസ്. ഇങ്ങനെ മാർക്കറ്റ് വാല്യൂ കുറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഡ്വാൻറ്റേജിൽ ഒരു കാര്യം പറഞ്ഞു, കമ്പനിയുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് മേടിച്ചിട്ട് വേറൊരാൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിലപ്പോൾ വാങ്ങാനായിട്ട് ആരും വരുന്നില്ല, കാരണം മാർക്കറ്റ് വാല്യൂ കുറയുന്നത് കൊണ്ട് ചിലപ്പോൾ അത് വാങ്ങാനായിട്ട് ആൾക്കാർ വരണമെന്നില്ല. ദെൻ ഇറ്റ് എൻകറേജസ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഊഹക്കച്ചവടം. അതായത് കൂടുതൽ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാന്ന് പറഞ്ഞത്, അതായത് കൂടുതൽ വിലയ്ക്ക് ഇവരത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് ശരിക്കും ഇപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് 50 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രൂപയ്ക്ക് വേറെ ആൾക്കാർക്ക് കൊടുത്ത് അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ്
ശ്രമിക്കും. അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് എൻകറേജസ് സ്പെക്കുലേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല, ഓൾറെഡി അവർക്ക് എലിജിബിലിറ്റി ഉള്ള എമൗണ്ട് തന്നെയാണ്. സെക്കൻഡ് വൺ പറയുന്നത് കമ്പനിയുടെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കുറയും. ആസ് എ റിസൾട്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ വിൽ കം ഡൗൺ. തേർഡ് വൺ ഈസ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് ഏബിൾ ടു സെൽ ദെയർ ഷെയർസ് ഈസിലി. മാർക്കറ്റ് വാല്യൂ കുറയുന്നത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ അവരുടെ ഷെയർസ് പെട്ടെന്ന് വിൽക്കാനായിട്ട് പറ്റില്ല. ദെൻ ഇറ്റ് എൻകറേജസ് സ്പെക്കുലേഷൻ. ഇത് സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടം കൂടും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഊഹക്കച്ചവടം നടത്താനുള്ള ടെൻഡൻസി കൂടും. ഇനി അടുത്ത് നമുക്ക് നോക്കാം കമ്പനിക്ക് എന്തൊക്കെയാണ് ഡ്രോബാക്സ് വരുന്നത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഇതിലും വരും, എൻകറേജസ് സ്പെക്കുലേഷൻ. കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലെ ഊഹക്കച്ചവടങ്ങൾ കൂടുന്നു, അത് കമ്പനിക്ക് അത്ര നല്ലതല്ല, കമ്പനിയുടെ ഗുഡ് വില്ലിനെ അത് ബാധിക്കും. അത് ഞാൻ ഫസ്റ്റ് പോയിന്റായിട്ട് പറയുന്നത്. നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയറിൽ സ്പെക്കുലേഷൻ കൂടും, അതാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇറ്റ് എൻകറേജസ് സ്പെക്കുലേഷൻ. ദെൻ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, മാർക്കറ്റ് വാല്യൂ കുറയും, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കുറയും, നല്ലൊരു ഇമേജ് ഉണ്ടാവില്ല. ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ നമ്മൾ കമ്പനീനെ റെപ്യൂട്ടേഷൻ ഇല്ലാത്തൊരു കമ്പനി, അതായത് ഡേ ബൈ ഡേ പ്രോഫിറ്റ് കുറയുന്ന ഒരു കമ്പനി എന്നുള്ളൊരു ലേബിൾ നമുക്ക് ചിലപ്പോൾ കിട്ടും. ദെൻ റിഡ്യൂസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് കുറയും. ഇനി ബൈ ചാൻസ് ഇപ്പം ആവശ്യം വന്നില്ല, ചിലപ്പോൾ ഇത് നമ്മളെ ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്ത് നെക്സ്റ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നാൽ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് സഫീഷ്യൻറ്റ് എമൗണ്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നമുക്ക് കുറയും. ദെൻ സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സെട്ര വിൽ ഹാവ് ടു ബി ഇൻകേർഡ്. അഡ്വാൻറ്റേജിൽ പറഞ്ഞു ഇഷ്യൂ പ്രൈസ്, അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് വളരെ നെഗ്ലിജിബിളാണ്, വളരെ മൈന്യൂട്ടാണെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് ഇത് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് അതിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിംഗ്, സ്റ്റേഷനറി എക്സ്ട്രാ കുറേ എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഇൻകർ ചെയ്യണം. വലിയ എമൗണ്ട് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനിക്കുള്ള ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം നേരത്തെ ഷെയർ ഹോൾഡേഴ്സിൽ പറഞ്ഞ അതേ തന്നെയാണ്. ഒന്ന് മാർക്കറ്റ് വാല്യൂ കുറയുന്നു, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കുറയുന്നു. സെക്കൻഡ് വൺ സ്പെക്കുലേഷൻ കൂടുന്നു. തേർഡ് വൺ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കുറയുന്നു. നമുക്ക് ഇനി നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ചിലപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടാവണമെന്നില്ല, അല്ലാതെ നമ്മൾ എന്തായിട്ട് കൊടുത്തു, ബോണസ് ഷെയർ ആയിട്ട് കൊടുത്താൽ. ദെൻ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് എക്സ്പെൻസുകളൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിനൊക്കെ ആയിട്ട് കുറച്ച് കാശ് നമുക്ക് ചിലവാകും. അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ഓക്കെ.